ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. 1-2 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോൾ സൈഡാണ് നമ്മൾ നിന്നിട്ടുള്ളത്. അതിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഇതാണ്. 23,200 CE ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സോണിൻ്റെയൊക്കെ താഴേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ സസ്റ്റെയിൻ ചെയ്താൽ, ഇതിന് താഴേക്ക് ക്ലോസ് ചെയ്താൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്ഷനിൽ നമ്മളൊരു 3,000-3,500 ഒക്കെ ആണ് സ്റ്റോപ്പ് ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മേ ബി അതിനേക്കാളും സംവാട്ട് പോയേക്കാം. ടാർഗറ്റ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് എപ്പിസോഡുകളിലൊക്കെ പ്രീ മാർക്കറ്റ് അനാലിസിലൊക്കെ പറഞ്ഞിട്ടുള്ള 23.35 ആ ഒരു ഭാഗത്ത് വാച്ച് ചെയ്തതിന് ശേഷം അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ബിഹേവിയർ അനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കാണാം അല്ലേ. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. അപ്പോൾ അവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം വലിയൊരു ഫാള് വന്ന് അതിൻ്റെ മുകളിലേക്ക് പ്രൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. ഈ ലോൻ്റെ മുകളിലേക്ക് പ്രൈസ് കയറി, ഈ ഹൈൻ്റെ മുകളിലേക്ക്, അതായത് ഇതൊരു ലോവർ ഹൈ ആണല്ലോ, ഈ ലോവർ ഹൈൻ്റെ മുകളിലേക്ക് പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ലെവലിൽ, എന്നിട്ട് പ്രൈസ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എൻട്രിയുടെ ലോജിക്ക് ഇതാണ്. അപ്പോൾ ഇതൊരു നമ്മളൊരു 15 മിനിറ്റിലോ അല്ലെങ്കിൽ 13 മിനിറ്റിലോ ഹൈ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഒരു റിവേഴ്സൽ സിഗ്നൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ എൻട്രി ചെയ്തുള്ളത്. റിസ്കി ട്രേഡാണ്, പരാജയപ്പെടാനുള്ള വലിയ സാധ്യതയുള്ള ഒരു 50-50 ചാൻസ് ട്രേഡാണ്. പക്ഷേ അതൊരു റിവാർഡിന് അതേപോലെ തന്നെ നല്ല സാധ്യത ഉണ്ടതാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഷോർട്ട് കവറിങ് നടക്കുകയാണെങ്കിൽ ക്വിക്കായിട്ട് 1-2 ദിവസം കൊണ്ട് വലിയ ഒരു റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ലെറ്റ്സ്. പ്രീമിയം നന്നായിട്ട് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയും മൂവ് ചെയ്തപ്പോഴേക്കിന് നല്ല 3000 സംതിങ് ഒക്കെ ഒറ്റ ലോട്ടിലാണ് പ്രോഫിറ്റിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ്, നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഈ ഒരു ഭാഗത്തെങ്കിലും എത്തിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. സമയം 11:40 ആയിരിക്കുന്നു. നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇതാണ്. നമ്മുടെ ലെവലുകൾ ഓക്കെ, ഈ ഒരു പ്രധാനപ്പെട്ട ലെവൽ ഒക്കെ ക്രോസ് ചെയ്തിട്ട് മുകളിൽ നിൽക്കണം. അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണ്. നമ്മൾ ഈ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ വീണ്ടും സ്റ്റിൽ ഹോൾഡ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നിൽക്കും നമ്മൾ. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തീറ്റ DK എടുക്കാൻ വേണ്ടി, പ്രീമിയം DK വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഹേവിയറാണ് കാണുന്നത്. അപ്പോൾ ഇനിയൊരു വലിയൊരു റാലി ഉണ്ടാവുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു സാധ്യതയുണ്ട്. അതല്ല, ഇതിന് മുകളിലേക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ കുറച്ചധികം സമയം ഇവിടെ നിന്ന് ഈ വീക്ക് എക്സ്പയറി ഒക്കെ തീറ്റ DK ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഒരു റാലി നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 1:30 ശേഷം ഒക്കെയുള്ളൊരു പ്രൈസ് ആക്ഷനൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. ഇപ്പം ഇതാണ് നമ്മുടെ നിലവിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സിംഗിൾ ലോട്ടിൽ 60 പോയിൻറ്റിൽ കൂടുതൽ റാലിയായി കഴിഞ്ഞു. നമുക്ക് 196 എൻ്റർ ചെയ്ത് 258 അപ്പോൾ ഇവിടെ വരെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിലൊക്കെ ശരിക്കും നമ്മുടെ ഒരു പ്രോഫിറ്റ് ഇവിടെ നിന്നൊക്കെ ഒരു 5000-ത്തിനടുത്ത് പ്രോഫിറ്റ് കാണിച്ചത് ഇവിടെ വരുമ്പോൾ 2800 വരെയൊക്കെ ആവുന്നു. പ്രൈസ് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ പ്രൈസിനെ നോക്കുന്ന സമയത്ത് നോക്കുക, ഇതിൻ്റെ മുകളിലേക്കൊരു ജസ്റ്റ് ഒരു ചെറിയ സ്പൈക്ക് തന്നിട്ട് ബെൻഡ് ആവുകയാണ് എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ നമ്മുടെ ഒരു വലിയ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരുപാട് നമ്മുടെ പേഷ്യൻസും ഇമോഷണൽ ആസ്പെക്റ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും ഇതിൽ ഒരു കോസ്റ്റിലേക്ക് ഒരു അറ്റ്ലീസ്റ്റ് 10 പോയിൻ്റെങ്കിലും ബുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒരു വലിയ ഫാള് വന്നാൽ
നമ്മളിതിൽ ലോസ് ബുക്ക് ചെയ്യാത്ത രീതിയിലേക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ടുണ്ട്. ഈ ട്രേഡിൽ ഇനി നമുക്ക് എന്തായാലും ലോസ് ഉണ്ടാവില്ല. കോസ്റ്റിലോ അല്ല, ഇപ്പം നമ്മൾ 10 പോയിൻറ്റിലേക്ക് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇവിടെയാണ്. ഓക്കെ, ഇതല്ല. ഓക്കെ, റൈറ്റ്. നമ്മൾ എൻ്റർ ചെയ്ത ഭാഗം ഈ ഒരു ഏരിയയാണ് 196. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മളതിൻ്റെ ഒരു 10 പോയിൻ്റ് മുകളിലായിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്, ഈ ഒരു സോണിലായിട്ട്. ഓക്കെ, ഈ ഒരു ലെവലിന് താഴേക്ക് വന്നപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് 20 പോയിൻ്റ് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ വ്യൂ തെറ്റി എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ മാർക്കറ്റ് പോകും എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ ലെവലിന് താഴേക്ക് വന്നതോടുകൂടി നമ്മൾ നിൽക്കുന്നില്ല. ഇനി നമ്മുടെ വ്യൂ ഇവിടുന്ന് താഴേക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് 20 പോയിൻ്റാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല. അതിൽ 10 പോയിൻ്റ് റിസ്ക് എടുത്തുകൊണ്ട് ഈ ലെവൽ വരെയുള്ളൊരു സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലുള്ളൊരു ട്രേഡ് ശരിക്കും സൈക്കോളജിക്കലി വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡാണ്. ആക്ച്വലി ഐ എം നോട്ട് ഹാപ്പി. ഒരു 20 പോയിൻ്റ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുവെങ്കിലും ഇതിൽ ആക്ച്വലി നമ്മളെടുത്ത റിസ്ക് ഒരു 3000 വരെയൊക്കെയുള്ള റിസ്ക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് പറഞ്ഞിരുന്നു. 3:24 നമ്മൾ ഈ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് ആ ടൈമിലാണ്, ആ സമയത്താണ് നമ്മളോടത് ഷെയർ ചെയ്യുന്നത്. 3500 രൂപ റിസ്ക് കുറഞ്ഞൊരു ട്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് റിവാർഡിൻ്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ട്രേഡിൽ ലോസ് വരാതെ സേവ് ചെയ്യാണ്, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ സംവാട്ട് നമ്മൾ ബുക്ക് ചെയ്തു, 20 പോയിൻ്റ് ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ അത് നല്ലതാണ്. ഓക്കെ, നമുക്കത് ലോസിൽ പോവാതെ നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി, ചെറിയൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റി. പക്ഷേ ഇവിടുന്ന് കിട്ടിയ ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ലെവലുകൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എന്ന് പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ ഉള്ളപ്പോൾ ആൾറെഡി ബിയറിഷ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ടാർഗറ്റ് ഇതായിരുന്നു ഞാൻ കണ്ടിരുന്ന ഒരു ടാർഗറ്റ്. അപ്പോൾ അതായത് നമ്മുടെ ലെവലിൽ 1, 2, 2 ലെവലിൻ്റെ ബൈപ്പാസ് ചെയ്തിട്ട് വേണം ഈ ഒരു ലെവലിലേക്ക് എത്താൻ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു അത്യാവശ്യം റാലി, ഇതൊരു ഡീസൻറ്റ് റാലിയാണ്. ഇവിടെ വരെ എന്ന് പറയുമ്പോൾ 250ഓളം പോയിൻ്റ് റാലി ആൾറെഡി തന്നു ലോയിൽ നിന്ന്. അപ്പോൾ അതൊരു മാർക്കറ്റിൻ്റെ ഒരു ആവറേജ് ട്രൂ റേഞ്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ആവറേജ് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു മൂവ്മെൻ്റ്, ഒരു ഡീസൻറ്റ് റാലിയാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടിയിരുന്നത് ഫ്യൂച്ചറിൽ ഈ ഒരു മിസ്റ്റേക്കിൽ നിന്നും ഞാൻ ലേൺ ചെയ്യുന്നത്, ഇതുപോലെയുള്ള ലെവലുകളിൽ ബുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ മുകളിലേക്ക്, അപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ലേണിംഗാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് പോയി റീടെസ്റ്റ് ചെയ്താൽ പിന്നെ ഇവിടുന്ന് ഉള്ള എൻട്രി മറ്റൊരു സ്റ്റോപ്പ് ലോസിൽ ഇതുവരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് 2 ട്രേഡായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് ഒരു ലേണിംഗ് എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊസിഷണൽ ട്രേഡുകളാണെങ്കിൽ പോലും നമ്മുടെ ലെവലിൽ ഒരു ലെവലൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാം. ആൾറെഡി ഇതുപോലെയുള്ള ഇത്രയും ഒരു റാലി മാർക്കറ്റിൽ സംഭവിച്ചെത്തിയിരുന്നു ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ലെവലിനെ ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യും. ഒരു ആവറേജ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു 250 പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 300 പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് ആവറേജ് മൂവ് ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് അതിൻ്റെ ബോട്ടത്തിലൊക്കെ എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഈ സോണിൽ നിന്നാണ് എൻട്രി എടുക്കാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം. പിന്നെ ഇവിടുന്ന് ഒരു വലിയ ഫാള് വന്ന് നമ്മളൊന്ന് പാനിക്കലാക്കി പിന്നെ മുകളിലേക്ക് പോകുന്ന രീതിയാണ്. അപ്പോൾ അത് ഈ ഒരു ഫുൾ റാലി നമ്മൾ ആൾമോസ്റ്റ് അതിൽ ഹോൾഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 1, 2 സെക്കൻഡ് ലെവലിൽ നിന്നൊക്കെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത് എൻട്രി എടുക്കുക എന്നുള്ള ഒരു മെത്തേഡായിരിക്കും നല്ലത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു രീതിയിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും പൊസിഷണൽ ട്രേഡ്. ഇത് പൊസിഷണൽ ട്രേഡാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതുവരെ ഹോൾഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ 2 ദിവസം ഹോൾഡ് ചെയ്യുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിയറിഷ് മാർക്കറ്റിൽ ഇത്രയും നമ്മൾ അങ്ങോട്ട് 2 സൈഡിലേക്ക് മൂവ്മെൻറ്റ് തരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈക്വൽ റാലികളാണ് വരുന്നത്.
അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ, ഒരു ബിയറിഷ് മാർക്കറ്റിൻ്റെ റിവേഴ്സൽ സോണിൽ എന്തായാലും അതുപോലെ സെല്ലിങ് വരും എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസിലൊക്കെ ഇങ്ങനെയുള്ള ഒരു അപ്രോച്ചായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ നോക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടൊരു സിഗ്നൽ കിട്ടിയാൽ മാത്രം, ഇല്ലെങ്കിൽ ഈ ഒറ്റ ട്രേഡിൽ നമ്മൾ നിർത്തും. സമയം 2:30 എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ട്രേഡിലേക്ക് പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റീട്രേസ്മെൻറ്റ്, ക്വിക്കായിട്ടുള്ള റീട്രേസ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഇവിടെ നിന്നുള്ളൊരു സാധ്യതയുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ബൈയിലേക്ക് നമ്മൾ നിന്നാലും അതിനുള്ളൊരു സമയമില്ല, 2:30 ആയിരിക്കുന്ന സമയം. ഇനി ഇവിടുന്ന് അങ്ങനെ റാലി ചെയ്യാൻ മാത്രമുള്ളൊരു സമയം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നിനി ട്രേഡ് എടുക്കുന്നില്ല, ക്ലോസ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട ലേണിങ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്, മേജർ ലെവലുകളിൽ ഒരു 2 ലെവലിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു പൊസിഷണൽ ട്രേഡ് ആണെങ്കിൽ പോലും ഹോൾഡ് ചെയ്യാതെ ഒരു ഒറ്റ ലെവലൊക്കെ ബൈപ്പാസ് ചെയ്യാൻ അനുവദിക്കുക, അതിനുശേഷം എക്സിറ്റ് ചെയ്തിട്ട് റീ എൻട്രി എടുക്കുക എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലേണിംഗ്. ഇവിടെ പൊസിഷണൽ ട്രേഡ് ഒരുപാട് എടുക്കുന്ന ഒരാളല്ല, വളരെ റെയറായിട്ടാണ് നിഫ്റ്റിയിലൊക്കെ പൊസിഷണൽ ട്രേഡുകൾ എടുക്കാറ്. നിഫ്റ്റിയിൽ തന്നെ ഞാൻ 2025 മുതൽ നമ്മൾ നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മൾ പൊസിഷണൽ ആൻഡ് സ്വിംഗ് ട്രേഡുകളാണ് നമ്മളുടെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പൊസിഷണൽ സ്വിംഗ് ട്രേഡുകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഡിസ്കോഡിൽ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപൂർവമായിട്ട് BTST ട്രേഡുകൾ, നിഫ്റ്റിയിലുള്ള ട്രേഡ്, റയറായിട്ട് ഉണ്ടാവാറുള്ള ഇത്തരം ട്രേഡുകൾ. റെഗുലറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതാ ഇവിടെ പൊസിഷണൽ ട്രേഡുകളാണ്. ലോങ് ടേമിൽ 1, 2, 3 വർഷം പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ടാക്കിയുള്ള 50% ROI ആണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഈ ഒരു വർഷം മുതൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ഫോക്കസ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഒരു പൊസിഷണൽ ട്രേഡുകൾ നിഫ്റ്റിയിൽ എടുക്കുമ്പോൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന് എൻ്റെ ഒരു ലേണിങ്ങും കൂടെ ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളോട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സൈക്കോളജി എപ്പിസോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതെന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് കണ്ടെത്താൻ നോക്കുകയും ആ മിസ്റ്റേക്കിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാനിവിടെ കൊണ്ടുവന്നത് അല്ലേ. നമ്മളന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു സെൽഫ് സെർവിങ് ബയസ്. അപ്പോൾ അതൊന്ന് വീഡിയോ കാണാത്തവർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഭാഗത്ത് എൻ്റെ സ്ക്രീനിൽ അത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ അതേസമയം നമ്മൾ സ്വയം കുറ്റപ്പെടുത്താനും പാടില്ല, വലിയ ഗിൽറ്റിയിലേക്ക് പോകണ്ട. നമുക്ക് സ്വാഭാവികമായിട്ടും മെൻ്റലി ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവും. കാരണം ഇത് ആൾമോസ്റ്റ് 5,000 വരെ പ്രോഫിറ്റ് കാണിച്ച ഒരു ട്രേഡായിരുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റൽ ഡിസ്കംഫർട്ടിനെ നമ്മൾ വളരെ മെച്ചൂർഡായിട്ടുള്ള തോട്ട് കൊണ്ട് അഡൽട്ടിൻ്റെ അവയർനെസ് കൊണ്ടുവന്നുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക, ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുക്കുക. സ്റ്റിൽ അടുത്ത ഘട്ടത്തിൽ ഇതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് അവിടെ പറ്റിയ എൻ്റെ പ്ലാനിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തു. എൻ്റെ പ്ലാൻ ഇതായിരുന്നു. ഈ പ്ലാന് ഇനി വാലിഡ് അല്ല. ഈ പ്ലാൻ ഞാൻ ചേഞ്ച് ചെയ്തത് എപ്പോഴാണെന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക. 345 എന്നുള്ള ടാർഗറ്റ് നമ്മൾ കുറേ ദിവസങ്ങളിൽ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. അപ്പോൾ ഇത്തരം ലെവലുകൾ ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്നുള്ളതായിരുന്നു എൻ്റെ ആൻറ്റിസിപ്പേഷൻ, അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ അവിടെ ആ പ്ലാനിൽ ഇതുവരെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ്. ആക്ച്വലി അതെൻ്റെ ഒരു ആംഗിളിൽ നിന്ന്, ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ എൻ്റെ പോസിറ്റീവ് സൈഡാണ്, അതെൻ്റെ സൈക്കോളജിയുടെ സ്ട്രെങ്ത് ആണ് അല്ലേ. നമ്മളിങ്ങനെ താഴേക്ക് പോകുന്നു തോന്നിയ സമയത്ത് നമ്മൾ വിൽക്കാനൊന്നും നോക്കിയിട്ടില്ല. ഇവിടുന്ന് താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വിൽക്കാൻ നോക്കിയിട്ടില്ല. അവിടെയൊക്കെ ഫിയർ ഓഫ് പ്രോഫിറ്റ് ബിക്കമിങ് ലോസസ് എല്ലാം നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മൾ അതിനൊക്കെ അതിജീവിച്ചു. ഇവിടെ നിന്നുള്ളത് ഈ കൃത്യമായിട്ട് ലെവലിൽ നിന്നായതുകൊണ്ട്, അപ്പോൾ ഈ ബെൻഡൊക്കെ ഇവിടെ നിന്നിൻ്റെ മിഡിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ ലോജിക്ക് ഉണ്ട്. എന്നാൽ ഇതിവിടെ കൃത്യമായിട്ട് നമ്മുടെ ലെവലുകളിൽ നമുക്ക് ആൾറെഡി വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് അറിയാം. എന്നിട്ട് അവിടെ നിന്ന് ബെൻഡാകുമ്പോഴും നമ്മളത് ബുക്ക് ചെയ്യാൻ നോക്കാതെ നിന്നു എന്നുള്ളത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇവിടെ നിന്നൊന്നും ഇതുവരെയൊക്കെ ഓക്കെയാണ്, ഇത് ഹോൾഡ് ചെയ്യാം, ഇവിടെ നിന്നൊക്കെ തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടുന്ന് ഇതിന് താഴേക്ക് വന്നപ്പോൾ ആണ് അത് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എൻ്റെ വ്യൂ ചേഞ്ച് ആയത്. അതായത് ഈ 345 എന്നുള്ള ടാർഗറ്റിലേക്ക് ഇനി ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് എത്താൻ സാധ്യതയില്ല, ആ ഒരു പ്ലാൻ തെറ്റിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ സോഫാർ ആ എക്സിക്യൂഷൻ എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് ഞാൻ മാനേജ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പ്ലാൻ ഫ്യൂച്ചറിൽ ഇത്തരം ലെവലുകളിലുള്ള ബുക്കിംഗ് ഇങ്ങനെയാവണം. വലിയൊരു ലെവലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ലെവലിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് പൊസിഷണൽ ട്രേഡിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ പൊസിഷണൽ ട്രേഡ് എടുക്കുന്ന സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് ആ പ്ലാൻ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാം.
അപ്പോൾ സെൽഫ് സെർവിങ് ബയസ് ഒന്നുകൂടെ ഒക്കെ ഓർക്കുക, ഈ അക്സെപ്റ്റ് ചെയ്യുക, മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുക, സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാന ടേക്ക് അവേ. ഇറ്റ്സ് ഓക്കെ, അറ്റ്ലീസ്റ്റ് കിട്ടിയ മുഴുവൻ ഇതുവരെ വന്നപ്പോൾ കിട്ടിയ മുഴുവൻ ലോസും ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നില്ലല്ലോ എനിക്ക് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്റ്റിൽ ഗ്രീനിൽ എൻഡ് ചെയ്യാൻ ഇന്നത്തെ ഡേയിലെ PNL എടുത്തു കഴിഞ്ഞാൽ 2000 രൂപ പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സൈക്കോളജി 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നു. നമ്മൾ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് സൈക്കോളജി ഉപയോഗിച്ച് ട്രേഡിനെ മാനേജ് ചെയ്യേണ്ടത്, തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നാലും എങ്ങനെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാം എന്നുള്ളതൊക്കെയാണ് അവിടെ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ആംഗിളിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് മിനിമം ഒരു 2.5 ലക്ഷം ക്യാപിറ്റലിനെങ്കിലും ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രോഗ്രാമിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. 2 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസാണ്. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചെറിയ പ്രോഗ്രാമുണ്ട്, 1 മന്ത് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏതൊരാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ബൈ, സി യു. ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റും സൈക്കോളജിയും കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റി ഇടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ട്രേഡറെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അയാൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്ത് അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും പല റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം 2 ലോസായാൽ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ട്രേഡ് ആക്ട് ആയി തുടങ്ങിയാൽ, ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് മനസ്സ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്ക് അതേപോലെ തന്നെ ഗ്രീഡ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് കുറേ അധികം ട്രേഡിൽ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രോഫിറ്റ് ആവുകയും പിന്നീട് വരുന്ന 1-2 ദിവസം കൊണ്ട് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും കൊണ്ടേ കളയുകയും ചെയ്യുന്ന ഗ്രീഡിൻ്റെ ഇൻഫ്ലുവൻസ്. അത് ചില ആളുകൾക്ക് ഫിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ഫിയർ കൊണ്ട് നല്ല അവസരങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ട്രേഡിൽ എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കും. പിന്നീട് അത് മിസ്സായല്ലോ എന്ന് കരുതി വേറൊരു അവസരം വരുമ്പം അത്തരത്തിലൊരു അവസരത്തിൽ പോയിട്ട് ചാടും. അത് ലോസ് എടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആവുമോ എന്ന് കരുതി അങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സൈക്കോളജി സീരീസിൽ ഡിസ്കസ് ചെയ്താണ്. സൈക്കോളജി സീരീസ് കാണാത്തവർക്കും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൂടെ ഇടാം. അതിൽ പറഞ്ഞ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പറയാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ നടത്തി വിശകലനം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു പേഴ്സണൽ കോച്ച് എന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ കൗൺസിലിങ്ങിലൊക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണിത്. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. എന്നാൽ ഒരു ഇൻഡിവിജ്വൽ സ്കില്ല് എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സ് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും ഒരു ബിസിനസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ രീതിയിൽ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മനസ്സിനെ ആ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇനി ഇതൊരു ബിസിനസ്സാണ് എന്ന് പറയുമ്പോഴും ഇത് മറ്റ് ഒരു ബിസിനസ്സിനെയും പോലെ അല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അപ്പോൾ എന്നാൽ ആ ബിസിനസ് മറ്റ് ബിസിനസ്സുകളുടേതായിട്ടുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ബിസിനസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും അത് ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് അത് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിലും മുന്നോട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പോകുമ്പോൾ എത്ര തവണ വരെയൊക്കെ തുടർച്ചയായിട്ട് ലോസ് ഉണ്ടാവാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ വിൻ റേഷ്യോ എന്നുള്ളത് മനസ്സിലാക്കാനും അത് 1:1 2 1:3 നിങ്ങൾ സ്ഥിരം പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുക. അവിടെയാണ് സൈക്കോളജിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലൂടെ തന്നെ നമ്മളുടെ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അതിനകത്ത് പറയാം.